ഹലോ, വെൽക്കം ടു അടുക്കള രുചി. ഇന്ന് ഒരു ചിക്കൻ റെസിപ്പിയാണ്, ഈസി ചിക്കൻ ബട്ടർ മസാല. ഈ കറി ഉണ്ടാക്കാനായി ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാത്രം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മസാലകളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ബേ ലീഫ്, ഒരു നുള്ള ജീരകം, ഒരുണ്ട വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് ഒന്ന് ചൂടാക്കാം. ഇപ്പോൾ മസാല നന്നായി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ അണയ്ക്കാം. നമ്മൾ ചൂടാക്കിയെടുത്ത മസാല ഞാൻ നന്നായി ആറിയ ശേഷം വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരയാൻ ആവശ്യമായ വെള്ളം മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇനി മറ്റൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 3 സവോള ചെറുതായി അരിഞ്ഞത് ചേർക്കാൻ പോകുന്നു. ഇതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ സവാള ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മസാല ചേർക്കണം. ഇപ്പോൾ മസാലയുടെ നല്ല മണം വരുന്നുണ്ട്.
എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി അരച്ചെടുത്തത് ചേർക്കാം. തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് ഇതിൽ കിടന്നൊന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഉപ്പും എരിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് കൂട്ടുക കുറയ്ക്കുക. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് പുരട്ടി വെച്ചിരുന്ന ചിക്കനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഈ മസാലയെല്ലാം ചിക്കനിൽ നന്നായി കോട്ടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കനിൽ വെള്ളം കാണും, അതുകൊണ്ട് കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ചിക്കൻ വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് അടച്ചു വെച്ച് വേവിക്കാം.
ഇപ്പോൾ ചിക്കൻ കറിയിൽ നല്ല വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ എല്ലിൽ നിന്നൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് ചിക്കൻ വെന്തു എന്ന് മനസ്സിലാക്കാം. ഇത് കുറച്ചുകൂടി വേവാനുണ്ട്. ആവശ്യത്തിന് വെള്ളം ഉള്ളത് കൊണ്ട് ഇനി വെള്ളമൊന്നും ചേർക്കണ്ട. അടച്ച് വെച്ച് വീണ്ടും ചെറിയ തീയിൽ വേവിക്കാം. ഇപ്പോൾ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്തിടാം. ഇതിലേക്ക് കാഷ്യൂനട്ട് പേസ്റ്റ് കൂടി ചേർക്കണം. ഇത് കുറച്ച് കാഷ്യൂനട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്ത പേസ്റ്റാണ്. ഇതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായിട്ടുണ്ട്. ഉപ്പും എരിയൊക്കെ ഒന്ന് നോക്കുക. ഇനി തീ അണയ്ക്കാം. നല്ല കൊഴുപ്പൊക്കെ ഉണ്ട്. ഇതിലും വറ്റിക്കണ്ട, ഒരു ഗ്രേവി ഉള്ളതാണ് നല്ലത്. ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈസി ചിക്കൻ ബട്ടർ മസാല ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണുന്നത് പോലെ തന്നെയാണ് ടേസ്റ്റ് ചെയ്യാനും വളരെ രുചികരമായ ഒരു കറിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇതിന് ആവശ്യത്തിന് എരിയെല്ലാം ഉണ്ട്. എരി കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി എരി ചേർക്കുക. അതൊക്കെ അവരവരുടെ താല്പര്യപ്രകാരം ചെയ്യുക. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.